ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും പുറത്ത് പോകണം, അല്ലെങ്കിൽ യാത്ര പോയിട്ട് ഇത്രയും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടൊന്നും പോകാതെ നമുക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് ഒരു വലിയൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ചെല്ലുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സന്തോഷമായിരിക്കും ആളുകൾക്ക്. കാരണം ഒരു നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റോഡും കെട്ടിടങ്ങളും മാത്രം വികസിച്ചാൽ പോരാ, നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ആ ഒരു ആരോഗ്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ സാറിനെ പോലുള്ള നമ്മുടെ ഇറ്റോപ്പിയ ഇവഞ്ചേഴ്സ് നടത്തുന്ന ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒരുപാട് മനുഷ്യരുടെ ആ ഒരു മനസ്സും കൂടെ സന്തോഷകരമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് സത്യം. തീർച്ചയായിട്ടും നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ അതുകൊണ്ടാണ് ഫുഡ് ഫെസ്റ്റുകൾ ഉണ്ടാകുന്നത്. അതെ അതെ. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഫുഡ് ഫെസ്റ്റുകൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളാരും കേട്ടിട്ടില്ല. ഫുഡ് ഫെസ്റ്റ് എന്ന അർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് വീടുകളിലുള്ള ഭക്ഷണം, അത് അന്നന്നത്തെ ആഹാരം, അന്നത്തെ അപ്പത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അന്നൊക്കെ ജീവിച്ചത്. ഇപ്പോൾ അത് വന്ന് അതോടൊപ്പം തന്നെ കല്യാണങ്ങളിൽ തന്നെ നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷെ വളരെ പരിമിതമായ വിഭവങ്ങളാണ് കല്യാണങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചില പഴയ കത്തുകളൊക്കെ കാണാം, കല്യാണ കത്തുകൾ. അതിൻ്റെ അടിയിലൊരു കുറിപ്പുണ്ടാവും, നിങ്ങളുടെ ഈ ആഴ്ചത്തെ റേഷൻ ഇങ്ങോട്ട് കല്യാണത്തിന് വരുമ്പോൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിലേക്ക് സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കല്യാണങ്ങൾ നമ്മൾക്ക് ഏകദേശം ഒരു 50 വർഷം മുമ്പ് വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ 2024 നിൽക്കുമ്പോൾ ഫുഡ് ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നത്. ഭക്ഷണത്തിൻ്റെ മാറ്റം കൂടുതൽ വന്നത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അതായത് കൊറോണയ്ക്ക് ശേഷം മനുഷ്യർ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എപ്പോൾ വേണമെങ്കിലും തീരാം. അപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫ്. നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ ജീവിതം മാത്രം നോക്കിയാൽ പോരാ, കുറച്ചും കൂടെ നമുക്കൊരു എക്സ്പ്ലോറിങ് വേണം എന്നുള്ളതിലാണ് ഫുഡും പ്ലേസും ഒക്കെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ആ ഒരു കഴിഞ്ഞ സമയത്താണ്, കൊറോണ കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയത്. ആക്ച്വലി തീർച്ചയായിട്ടും കൊറോണ ഒരു പ്രധാന ഘടകമാണ് അതിൽ. അതേസമയം ഇവിടെ നടന്നൊരു സാമൂഹിക മാറ്റമുണ്ട്. ഭക്ഷണം എന്നത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യൻ്റെ 3 അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ് നമ്മൾ പറയുക. ആ ഭക്ഷണം എന്നത് അടിസ്ഥാന ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊറോണ നമ്മളെ മനുഷ്യൻ്റെ കണ്ണ് ഓർപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് സമ്പാദിച്ച് കൂട്ടുന്നത്, എന്തിനാണ് അത് പൂത്തി വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള ചിന്ത മനുഷ്യന് ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക, ഇതുപോലുള്ള ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നൊരു തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതെല്ലാത്തെയും കാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം, ആഘോഷം, ആളുകൾക്ക് കൂടിച്ചേരുക, സ്നേഹം പങ്കുവെക്കുക, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് പറയുന്നത് ടേസ്റ്റ് ഓഫ് ഹാർമണി എന്നാണ്. സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത്. ഫുഡ് മാത്രമല്ല, ഒരു സ്നേഹം പങ്കുവയ്ക്കാനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് കോഴിക്കോട് മാത്രമല്ലല്ലോ വരിക, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അതൊരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഫുഡും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ, ഭക്ഷണം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ മറ്റു വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിലുള്ള ഒരു പ്രത്യേകത, അത് ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളൊരു ദരിദ്രനാവട്ടെ ധനികനാവട്ടെ, ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ ഒരു പിടി ചോറ് എന്നൊക്കെ പറയുന്ന പോലെ, ഒരു റൊട്ടി, അത് നമുക്ക് പങ്കുവെക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അതേസമയം നമ്മുടെ വസ്ത്രം നമുക്ക് അങ്ങനെ ആ അർത്ഥത്തിൽ പങ്കുവെക്കാൻ കഴിയും. നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും, അത് അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് നമ്മൾ ഭക്ഷണം പങ്കുവെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ആ മനുഷ്യനോടുള്ള അനുകമ്പ, ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനുഷിക വികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭക്ഷണം പങ്കുവെക്കാൻ കഴിയും. അപ്പോൾ ഭക്ഷണം എന്നത് എപ്പോഴും പങ്കുവെക്കലിൻ്റെ ഒരു പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സാധ്യമാവുന്ന ഒരു കാര്യമാണ് ഈ പങ്കുവെക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ തോന്നുന്നത്. ഈ മനുഷ്യർ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ തമ്മിൽ ഐക്യത്തിൻ്റെ ഒരു ഉപാധി എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ ഇന്ത്യയിലെ പല ദേശങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധരെ, കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ അതിൽ സംസ്കാരങ്ങളുടെ ഒരു കൂടിക്കലരലുണ്ട്. പലതരം സംസ്കാരങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ കഴിയുന്ന ഒരവസരം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ, ഇപ്പോൾ നമ്മുടെ മലയാളികൾ മിക്കവാറും സഞ്ചാരികളാണ്, ലോകം കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവാറും മലയാളികൾ. എന്നാലും ലോകം കണ്ടിട്ടില്ലാത്തൊരു ചെറിയ വിഭാഗമെങ്കിലും കേരളത്തിലുണ്ടാവും. അങ്ങനെ സഞ്ചാരികളായ ആളുകൾ പോലും എത്തിപ്പെടാത്ത പല ദേശങ്ങളും ഉണ്ടാവും. ഇവർക്കൊക്കെയും
ഈ നമ്മുടെ ഒരു ഇവൻറ്റിൽ വരാനും ഇത്തരം സംസ്കാരങ്ങൾ പരിചയപ്പെടാനും ഇത്തരം ഭക്ഷണ രീതികൾ പരിചയപ്പെടും. ഭക്ഷണം കഴിക്കുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതിനെ അറിയുക എന്ന ഒരു പ്രക്രിയ കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ പലതരം സാംസ്കാരിക പരിപാടികൾ നമ്മൾ ഇതിനോട് അനുബന്ധമായി സംഘടിപ്പിക്കും. അതും തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ്, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ആ ഒരു പ്ലേസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വേ ഓഫ് കൾച്ചർ ആയിരിക്കും. അത് നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിലെ ബാൻഡുകളും പാട്ടുകളും നാടൻ പാട്ടുകളും ബാബുക്കയുടെ പാട്ട് അതുപോലെയുള്ള അതിലാണ് കോഴിക്കോടിൻ്റെ അതെ. പിന്നെ അതുപോലെ അതോടൊപ്പം പുറത്തു നിന്നുള്ള പാട്ടുകളും ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒരു അക്കാദമിക തലത്തിൽ എന്താണ് ഭക്ഷണവും ടൂറിസവും തമ്മിലുള്ള ബന്ധം, ഭക്ഷണത്തിൻ്റെ തന്നെ പലതരം ആസ്പെക്റ്റിൽ നമ്മൾ അക്കാദമികമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അത്തരം ചർച്ചകളും സംവാദങ്ങളും പ്രസൻറ്റേഷൻസും ഒക്കെ ഇതിനോടനുബന്ധമായിട്ടുണ്ട്. അത് നമ്മൾ ചാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും. നമ്മുടെ ബ്രോഷറിൽ നമ്മൾ ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് ഡേ എന്നതിൽ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്താണ് ഈ ഫുഡ് വ്ളോഗേഴ്സ് ഡേയിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ വരുന്നത്? ഫുഡ് വ്ളോഗേഴ്സ് ഡേ നമ്മൾ വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫുഡ് വ്ളോഗേഴ്സ് നമ്മൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം പൂർണ്ണമായും ഏതൊരു ഫുഡുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭങ്ങളെ പൂർണ്ണമായും വിജയത്തിലാക്കുന്നത് ഫുഡ് വ്ളോഗർമാരാണ്. മറ്റു പരസ്യ ഉപാധികളൊന്നുമില്ല. അവർ വരുന്നു, കഴിക്കുന്നു, അവരതിനെക്കുറിച്ച് പറയുന്നു. ചിലരൊക്കെ വളരെ വിപുലമായി പറയും, ചിലർ വളരെ പരിമിതമായി പറയും. എന്തായാലും ഈ ഫുഡ് വ്ളോഗേഴ്സാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഏതൊരു സംരംഭത്തെയും, പുതിയ സംരംഭം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, കല്യാണങ്ങളുടെ പോലും പിന്നെ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നെ ആൽബങ്ങളിലൊക്കെ അത് കാണാം. അങ്ങനെ പലതരത്തിൽ ഫുഡ് വ്ളോഗേഴ്സാണ് ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണ വ്യവസായത്തെ പലതരത്തിൽ നിലനിർത്തുന്നത്, അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം അവർക്ക് പണം കിട്ടുന്നുണ്ടാവാം, തീർച്ചയായും അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ഒരു അംഗീകാരമോ ഒരു ആദരവോ കിട്ടുന്നുണ്ടോ? നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് ആലോചിക്കുന്നത്. നമ്മൾ അവരെ ആദരിക്കാനാണ്. അതെ, പണം കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് പണമുള്ള ആർക്കും ഇവരെ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രൊമോഷൻ നടത്താം. ഞങ്ങൾ അവർക്ക് തിരിച്ച് അവരെ ആദരിക്കാനാണ്. അവരുടെ സേവനം കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയെ പോഷിപ്പിക്കുന്നുണ്ട്. ആ ഘടകത്തിനാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അവരെ ആദരിക്കപ്പെടണം, അവരെ അംഗീകരിക്കപ്പെടണം, അവരുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കാൻ അവസരം കിട്ടണം. അതിനുള്ളൊരു അവസരം എന്ന നിലയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ഫുഡ് വ്ളോഗർമാരെ നമ്മൾ ഈ വേദിയിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദിയിൽ ആദരിക്കുക. അപ്പോൾ അത് തെരഞ്ഞെടുത്ത ശേഷം ഒരു പ്രത്യേക ഡേയിലായിരിക്കുള്ളൂ ഈ ഫുഡ് വ്ളോഗേഴ്സ് ഡേയിലുണ്ടാവും. അത് ഏത് ഡേയിലാണെന്ന്? രണ്ടാമത്തെ ദിവസം തന്നെ ഫുഡ് വ്ളോഗേഴ്സ് ഡേ, നമ്മുടെ ഇവന്റിന്റെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന്റെ രണ്ടാമത്തെ ദിവസം മെയ് 4-നായിരിക്കും ഫുഡ് വ്ളോഗേഴ്സ് ഡേ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഒരു തെരഞ്ഞെടുത്ത ഒരു 100 ഫുഡ് വ്ളോഗേഴ്സിനായിരിക്കും നമ്മൾ ആ ഒരു ഡേയിൽ ആദരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ഓഫ് പ്രോഗ്രാം ആണ്. എല്ലാവരും വ്ളോഗ് ചെയ്ത് പോകും, അവർ പറഞ്ഞ പോലെ പൈസ വാങ്ങിക്കുന്നല്ലാതെ അവരെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന പ്രോഗ്രാംസ് ആക്ച്വലി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് മാറട്ടെ.